ഇന്നേ കുറച്ച് മുട്ടക്കറി വെക്കാം എന്ന് വിചാരിച്ചു. പെട്ടെന്ന് വെച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി തക്കാളി, കുറച്ച് സവാള, പച്ചമുളക്, ഇഞ്ചി ഇത്രയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കറിന് ഗ്യാസ് വെച്ചിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് കടുകിട്ടു. അതൊന്ന് പൊട്ടി വരട്ടെ. 2 വറ്റൽമുളകും കൂടെ ഇട്ടിട്ടുണ്ട്. അതും ഒന്ന് റെഡിയായി വന്നപ്പോൾ ഇച്ചിരി കറിവേപ്പില കൂടെ ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ അല്പം ഒന്ന് കടുകെല്ലാം പൊട്ടി റെഡിയായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി ഇടാം. അത് ഒരല്പനേരം ഒന്ന് ചുവക്കട്ടെ. ആ സമയം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി, സവാള, പച്ചമുളക് എന്നിവയെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അല്പം ഒന്ന് വഴണ്ട് വരട്ടെ. ആ സമയം നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് വയ്ക്കാം. മസാല കൂട്ടുണ്ടാക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ജീരകം പൊടിച്ചത്, മഞ്ഞൾപ്പൊടി ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ആ മസാലക്കൂട്ടെല്ലാം ഇതിലൊന്ന് തട്ടാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2-3 സെക്കൻഡ് ഇളക്കുമ്പോൾ തന്നെ അതെല്ലാം റെഡിയാവും. ഇനി ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം എല്ലായിടവും ആ ഉപ്പ് ഒന്ന് മിക്സായി വരട്ടെ. ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പച്ചമുട്ടയാണ്. അതിന് പ്രത്യേകം ഒന്നും നമ്മൾ പുഴുങ്ങേണ്ട ആവശ്യമില്ല. ഈ കുക്കറിൻ്റെ ഉള്ളിയെല്ലാം കിടക്കുന്നതിൻ്റെ നടുക്ക് തന്നെ ഈ മുട്ട ഒന്ന് വെച്ച് കൊടുക്കുക. അല്പം വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ട് കുക്കർ അടയ്ക്കാം. ഒരു 2 വിസിൽ കേൾക്കുന്നത് വരെ, പെട്ടെന്ന് 2 വിസിൽ കേൾക്കും, ഒന്ന് വയ്ക്കാം. ആ വിസിലെല്ലാം കേട്ട് കഴിഞ്ഞു, തണുത്തു. നമുക്കിതൊന്ന് എടുത്തു നോക്കാം. മുട്ടയെല്ലാം നല്ലവണ്ണം വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ സവാളയും ഉള്ളിയെല്ലാം വെന്തിട്ടുണ്ട്. ഇതാണ്ടോ. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ വറ്റിക്കിട്ടും. ആ മുട്ടയെല്ലാം പൊളിച്ചിട്ട് മുട്ടയെല്ലാം നല്ലവണ്ണം പെട്ടെന്ന് തന്നെ വെന്തിട്ടുണ്ട്. കുക്കറിനകത്തിരുന്ന് തന്നെ വെന്തിട്ടുണ്ട്. നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് മുട്ടക്കറി വയ്ക്കാം. മുട്ട പ്രത്യേകം പുഴുങ്ങുകയോ ഒന്നും വേണ്ട. അതിൻ്റെ കൂടെ തന്നെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് കുക്കറിൽ വെച്ചിട്ടൊന്ന് വേവിച്ച് കിട്ടിയാൽ നമുക്ക് അടിപൊളി മുട്ടക്കറി ഉണ്ടാക്കാം. അപ്പം നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ.